ഗൈസ്, ആ പുഞ്ചപ്പാടത്തിൽ 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 ഗൈസ്, എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ തമിഴ്നാട്ടില് നമ്മൾ ഇപ്പോൾ നിലക്കടല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വേര് വെച്ചെടുത്തു വന്നു അല്ലേ. അപ്പോൾ ആ നിലക്കടലയുടെ കരിഞ്ഞു കിടക്കുകയാണ് ഗൈസ്. എല്ലാം നമ്മൾ സാധനം പറക്കിയെടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിലക്കടലയുടെ ആ ഒരു സ്ഥലത്ത് ഇവിടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമ്മുടെ നിലക്കടല കണ്ടോ. വാവ്, ഫാന്റാസ്റ്റിക്കോ. അതെ, ആ പുഞ്ചപ്പാടത്തിൽ ആ പുഞ്ചപ്പാടത്തിൽ ആ പുഞ്ചപ്പാടത്തിൽ ആ പുഞ്ചപ്പാടത്തിൽ ബ്യൂട്ടിഫുൾ കപ്പലണ്ടി കണ്ടോ. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ കപ്പലണ്ടി വന്നിരിക്കുകയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വാവ്, സൂപ്പർ. അപ്പം നമ്മുടെ നിലക്കടല ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടാക്കാൻ വേണ്ടി സാധനം എടുക്കും. ഈ സാധനം എടുക്കും, എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ നമ്മളങ്ങോട്ട് കോരിയെടുക്കും. കണ്ട, ഇതാണ് നമ്മൾ ചെയ്യുക. അതായത് വെയിൽ എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ ഇതിങ്ങനെ സാധനം എടുക്കും, എന്നിട്ട് ഇതിങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് വയ്ക്കും. അങ്ങനെ നിലക്കടലയുടെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇവിടെ. തീർച്ചയായിട്ടും തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ രമണി, ഞാൻ പറഞ്ഞല്ലോ, ആ രമണിയുടെ ഭാവമാണ് ഇവിടെ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൊക്കേഷനാണ്. ഈ ഒരു ടൈമിൽ അവിടേക്ക് അവർക്ക് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നല്ല മഴ വന്നു. ഇവിടെ നല്ല മഴ വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ ചെടി, ഈ കാണുന്ന ചെടി അല്ലാണ്ടല്ലോ, ഇത് കാണുന്ന ചെടിക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോഡർ. അതായത് മൃഗങ്ങൾക്ക്, കന്നുകാലികൾക്കൊക്കെ കഴിക്കാവുന്ന ഭക്ഷണമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്തായി, മഴ നനഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി ഡ്രയറിലൊക്കെ വെച്ച് ചൂടാക്കി ഉണക്കിയിട്ട് വേണം അവർക്ക് കന്നുകാലികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രകൃതിയുടെ ആ ഒരു രമണീയ ഭാവം ഉള്ള നമ്മളുടെ ഈ പറയുന്ന തമിഴ്നാട്ടിൽ നമുക്ക് കടല കഴിക്കണമെങ്കിൽ നമുക്ക് ബൗൾ ഫുൾ ഓഫ് കടല ഇവിടെ നമുക്ക് റെഡിയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു, ബൈ.